പ്രാണസഖിക്കായി താജ്മഹൽ ഒന്നുമല്ലെങ്കിലും ഒരു രഹസ്യ അറയൊരുക്കി താമസിപ്പിച്ച റഹ്മാന്റെ പ്രണയകഥയ്ക്ക് നല്ലൊരു പര്യവസാനം. പ്രാണസഖിയെ 10 വർഷം ഒളിപ്പിച്ച് താമസിപ്പിച്ച റഹ്മാനെയും ഒപ്പം സഖി സജിതയും ആലത്തൂർ പോലീസ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ റഹ്മാനോടൊപ്പം താമസിക്കാനാണ് ഇഷ്ടമെന്ന് സജിത തുറന്നങ്ങ് പറഞ്ഞു. ഇതോടെ സജിതയെ കോടതി റഹ്മാനോടൊപ്പം തന്നെ വിട്ടയക്കുകയും ചെയ്തു. ഇതോടെയാണ് റഹ്മാന്റെ പകുതി ശ്വാസം നേരെ വീണത്. ഇനി നാട്ടുകാരുടെ ചോദ്യങ്ങളെയും വീട്ടുകാരെയും എതിരിടണം എന്ന ചിന്തയാണ് റഹ്മാനിപ്പോൾ. ഇലക്ട്രിക് തൊഴിൽ ചെയ്യുന്ന റഹ്മാൻ തന്റെ വീട്ടിൽ കഴിഞ്ഞ 10 വർഷമായി തന്റെ പ്രാണസഖിക്ക് ആരും കാണാത്ത ഒരു രഹസ്യ ഇടമൊരുക്കി എന്നറിഞ്ഞപ്പോൾ ഞെട്ടിയത് സ്വന്തം വീട്ടുകാരും നാട്ടുകാരുമാണ്. എന്നിട്ടും പിടിക്കപ്പെടുമോ എന്ന ഭീതി ശക്തമായപ്പോഴാണ് ഒളിത്താമസം മറ്റൊരു വാടക വീട്ടിലേക്ക് മാറ്റാൻ റഹ്മാനെ പ്രേരിപ്പിച്ചത്. പക്ഷേ റഹ്മാനെ വീട്ടുകാർ കണ്ടെത്തിയതോടെ പഴയ കഥ എല്ലാവരും അറിഞ്ഞപ്പോൾ നാട്ടിലെ താരമായി മാറിയിരിക്കുകയാണ് ഇരുവരും. സജിതയെ കാണാനില്ലെന്ന് പറഞ്ഞ് ബന്ധുക്കൾ പോലീസിന് പരാതി നൽകിയിരുന്നു. ആ സമയത്ത് റഹ്മാനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ആ സമയത്ത് ഒരു തുമ്പും കിട്ടിയില്ല. അയലൂർ കാരക്കാട്ടുപറമ്പ് മുഹമ്മദ് ഖനിയുടെ മകനാണ് റഹ്മാൻ. അയൽവാസിയായ വേലായുധന്റെ മകൾ സജിതയാണ് സഹതാരം. ഈ സംഭവം സമീപവാസികൾ ഒരു ഞെട്ടലോടെയാണ് ഇപ്പോഴും കേൾക്കുന്നത്. 10 വർഷം മുമ്പ് ഇവരുടെ പ്രണയത്തെ സ്വന്തം വീട്ടുകാർ എതിർത്തിരുന്നു. ഭീഷണിയും ഉണ്ടായിരുന്നു എന്നാണ് റഹ്മാൻ പറയുന്നത്. ഒരു കുറ്റപ്പെടുത്തലല്ലാണ്ട് വേറെ ഒരു ബുദ്ധിമുട്ടും അവൾക്ക് ഉണ്ടാകേണ്ടി വന്നിട്ടില്ല. ഞാൻ അതിനെ അനുവദിച്ചിട്ടില്ല. പിന്നെ എന്തായാലും സ്നേഹിച്ച് എന്തായാലും ഞാൻ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് തന്നെ ഞാൻ എന്തായാലും ഉള്ളിനെ തന്നെ ഞാൻ എൻ്റെ ഒപ്പം മരിക്കുന്നവരെ ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട് തന്നെ ഞാൻ എന്തായാലും പറഞ്ഞാൽ ഇക്കനെ എൻ്റെ വീട്ടിൽ പറയുന്നതിന് മാത്രം ബുദ്ധിമുട്ടുള്ളൂ. എനിക്ക് എൻ്റെ വേറെ ഒരു കുറവ് എനിക്ക് വരുത്തിയിട്ടില്ല. എൻ്റെ വേറെ നിൽക്കാൻ എൻ്റെ വീട്ടിൽ പിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി എൻ്റെ വീട്ടുകാർക്ക് വിളിക്കും പറയൊക്കെ ചെയ്യണ്ട. പൈസൻ്റെ ബുദ്ധിമുട്ട് ഞാൻ കുറച്ച് വയ്യാണ്ടിരുന്നു. ആ സമയത്ത് വയ്യാണ്ട് വിട്ടുപോയി. ഞാൻ വർക്ക്ഷോപ്പ് പണിയായിരുന്നു. അപ്പോൾ ഒരു ജാക്കി പൊട്ടി വണ്ടി കഷ്ടകാലത്തിന് വണ്ടി വന്ന് വീണ് ഇടുപ്പി വന്ന് ലോഡായി. അങ്ങനെ കുറച്ച് ട്രീറ്റ്മെൻറ്റ് അതും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്നിട്ട് ഇവള് വീട്ടിൽ പോയി. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇവള് വീട്ടിൽ പോയി. വീട്ടുകാർ വേറെ കല്യാണം ഇവളെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി കല്യാണം കഴിഞ്ഞു. അപ്പോൾ കല്യാണം ഇവിടെ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, നമുക്ക് എവിടെയെങ്കിലും പോവുക, എന്നെ ഇവിടെ വേറെ കല്യാണം ഉണ്ടാകുന്നുണ്ട്, നമുക്ക് പോവുക, എനിക്ക് കുറച്ച് ദിവസം താമസിക്കട്ടെ, കുറച്ച് പൈസ കിട്ടാനുണ്ട്, അത് കിട്ടിയിട്ട് നമുക്ക് പോവുക പറഞ്ഞു. അപ്പോൾ പിന്നെയും എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല പറഞ്ഞു. ഇവിടെ അപ്പോൾ പറഞ്ഞു, നീ ഇപ്പോൾ ഞാൻ അപ്പോൾ എങ്ങനെയെങ്കിലും പൈസ സംഘടിപ്പിച്ചിട്ട് തൽക്കാലം ഒരാഴ്ചയെങ്കിലും എൻ്റെ വീട്ടിൽ വന്നിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് എൻ്റെ വീട്ടിൽ പിന്നെ സാഹചര്യം നമുക്ക് എല്ലാവരും വിചാരിച്ച പോലെ നടന്നില്ല. 3 മുറിയും ഇടനാഴിയുമുള്ള സ്ഥലത്ത് അതിവിദഗ്ധമായി വാതിലിനകത്തും പുറത്തും യന്ത്ര സംവിധാനം ഘടിപ്പിച്ചും സ്വിച്ചിട്ട ലോക്കാവുന്ന ഓടാമ്പല് സജ്ജീകരിച്ചും ഒരുക്കിയ രഹസ്യാറ. 2 വയറുകൾ വാതിലിന് പുറത്തേക്കിട്ടിരുന്നതിനാൽ തൊട്ടാൽ ഷോക്കടിക്കുമെന്ന ഭീതി വീട്ടുകാരിലുണ്ടാക്കി ജനലഴി ഇളക്കി മാറ്റി വാതിലിന് പിറകിലൊരു ടേബിളും ചേർത്ത് വെച്ച് പ്രിയതമയ്ക്ക് സുരക്ഷയൊരുക്കി. രാത്രിയിലാണ് സജിത പുറത്തിറങ്ങുന്നത്. പിന്നെ പകൽ സമയത്ത് ആളില്ലാത്ത സമയവും. ഇവരുടെ മുറിയിലിരുന്നാൽ വീട്ടിൽ വരുന്നവരെയും പോകുന്നവരെയും വാതിൽ പാളിയിലൂടെ കാണാം. രാത്രി സമയങ്ങളിൽ TV ഒച്ചത്തിൽ വെക്കും. അപ്പോൾ ഇരുവരും സംസാരിക്കും. സജിതയ്ക്ക് പകൽ സമയം തനിച്ചിരിക്കുന്നതിനാൽ TV കാണാൻ ഇയർഫോൺ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു റഹ്മാന്റെ സ്വന്തം സംവിധാനങ്ങൾ. റഹ്മാൻ സജിതയ്ക്കായി ചെയ്തതൊക്കെ കാണുന്നവർക്ക് മനസ്സിലായിരുന്നില്ല. കുടുംബത്തിൽ സംശയം തോന്നാതിരിക്കാൻ മാനസിക വിഭ്രാന്തിയുള്ള ആളെപ്പോലെ പെരുമാറിയിരുന്നത്. വീട്ടിൽ ആരോടും അധികം സംസാരിക്കാറില്ല. ഇയാൾ ഭക്ഷണം കഴിക്കുന്നത് മുറിയിലേക്ക് കൊണ്ടുപോയാണ്. സജിതയുമായി ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. വലിപ്പമുള്ള കപ്പിൽ ചായ കുടിക്കുന്നതും പതിവാക്കി. മകന്റെ മാനസിക നില കണ്ട വീട്ടുകാർ റഹ്മാനെ മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ടും ഫലമില്ലാതായി. ഇതിനിടയിലാണ് റഹ്മാൻ സജിതയ്ക്കൊപ്പം വാടക വീട്ടിലേക്ക് ഇടം കണ്ടെത്തിയത്. 3 മാസങ്ങൾക്ക് മുമ്പ് ഇവർ നെന്മാറയിൽ വിത്തനശ്ശേരിക്ക് സമീപം വാടക വീട്ടിലേക്ക് മാറി. ലോക്ക്ഡൌൺ സമയത്ത് സഹോദരൻ നെന്മാറയിൽ വെച്ച് കണ്ടപ്പോഴാണ് റഹ്മാന്റെ ഒളിച്ചുകളി പുറം ലോകം അറിയുന്നത്.
ഒരു സിനിമാറ്റിക് സ്റ്റോറി പോലെ ജനങ്ങളെല്ലാം ഇപ്പോൾ കണ്ട് ഒരു ത്രില്ലർ മൂവി കണ്ടിറങ്ങിയ ഒരു ഫീലിലാണ് എല്ലാവരും ഇരിക്കുന്നത്. എല്ലാവരും ഞെട്ടലോടെയാണ് കാണുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കെങ്കിലും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ചിന്തിക്കുന്നത്. ബിക്കോസ് ഇതൊരു 1-2 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒന്നുമല്ല, 10 വർഷക്കാലം ഒരു പെൺകുട്ടിയെ ഒരു റൂമിനകത്ത്, ഒരു ശുചിമുറി പോലും ഇല്ലാത്ത റൂമിനകത്ത് ഒളിപ്പിച്ച് താമസിക്കുക എന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഞെട്ടലോട് കൂടിയിട്ടാണ് നാട്ടുകാരായ നമ്മളെല്ലാവരും ഇരിക്കുന്നത്. നമുക്കറിയില്ല എന്താണ് സത്യാവസ്ഥ എന്നുള്ളത്. വളരെയധികം ഞെട്ടലോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ പയ്യൻ്റെ ബഷീർ അവൻ്റെ ഏട്ടൻ എന്നെ വിളിച്ചു, ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ റഹിമാനെ നെന്മാറയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവനെ വിളിച്ച് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നെന്മാറ സ്റ്റേഷനിൽ പോയി അവിടെ നിൽക്കുമ്പോഴാണ് പെൺകുട്ടിയെ കാണാൻ തുടങ്ങി. ഞാൻ വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ 10 വർഷം മുമ്പ് കാണാതായ ഒരു പെൺകുട്ടി നമ്മുടെ കണ്ണിന് മുന്നിൽ നിൽക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഞാനൊരു സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ തന്നെ നാട്ടിലോ ആരെയും അറിയിക്കാൻ പറ്റാതെ വളരെ സ്തംഭിച്ചു നിന്നത്. പിന്നീട് ആ കുട്ടിയോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഈ ഭക്ഷണം, ഇത്രയും കാലം നീ അങ്ങനെ ജീവിച്ച് അവിടെ തന്നെയാണോ അതുപോലെ അവിടെ വെച്ചാൽ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. ഈ നാട്ടിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും ആ കുട്ടി ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെയാണ് ആ റൂമിൻ്റെ സിറ്റുവേഷനും. ഇപ്പോൾ വാതിൽ പിന്നെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഉള്ളിലെ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞിരിക്കും, അതായത് ലോക്ക് അടഞ്ഞിരിക്കും. അപ്പോൾ ആ ലോക്ക് അടഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ അങ്ങോട്ടേക്ക് പോകില്ല. എന്ത് പറഞ്ഞാൽ ഈ തൊട്ട് കഴിഞ്ഞ് എനിക്ക് ഷോക്ക് അടിക്കുന്നൊക്കെ പറഞ്ഞവരിന് പേടിപ്പെടുത്തി കഴിഞ്ഞിട്ട് അവർ വീട്ടുകാരും പോകില്ല. അവർ പിന്നെ കാലത്ത് 7 മണിക്ക് പണിക്ക് പോയി കഴിഞ്ഞ് വൈകുന്നേരത്ത് 7 മണിക്കാണ് അവർ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.